അമ്മയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ടുവന്നേ. അച്ഛനൊന്നുമില്ല. നോക്ക്, ഞാനിപ്പോ പഴയതിലും നല്ല ആരോഗ്യത്തിലിരിക്കുക. നീ വെറുതെ കരയല്ലേ. നോക്ക്, നമ്മൾ ആരെയും കൊന്നിട്ടില്ലല്ലോ. ആരില്ലെങ്കിലും അതറിയാവുന്ന ഭഗവാൻ നമ്മോടൊപ്പം കാണും. വിഷമിക്കല്ലേ ആന്റി. ദാസേറിനെ കൂടി കരയിക്കല്ലേ. ആന്റി ഇങ്ങോട്ട് വന്നേ, നമുക്ക് ദാസേറിന് കഴിക്കാൻ ക്യാൻറ്റീൻ എന്തെങ്കിലും വാങ്ങിട്ട് വരാം. ചെല്ല് ചെല്ല്, എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. വാ ചെല്ല്. പാവം, ഉള്ളിലുള്ള സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്റെ സീതക്ക്. അവളെ സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അയ്യോ, കഞ്ഞി കുടിക്കാ. വേണ്ട മോളെ, എനിക്കിപ്പോ എന്തോ വിശപ്പില്ല. ഇതാണ് പ്രശ്നം. അച്ഛാ, ആന്റിബയോട്ടിക് കഴിച്ചോണ്ടിരിക്കുന്ന ആളല്ലേ. ആവശ്യത്തിന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. വേണ്ട മോളെ, അച്ഛനും ഒന്ന് ഇറങ്ങില്ല മോളെ. വേണ്ടെങ്കി വേണ്ട. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ഈ ശിവദാസൻ എന്ന ആള് കിടക്കുന്നത് ആ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന ആളല്ലേ? അത് തന്നെ. ഓ, ദേ ആ റൂമിലാ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അച്ഛന് വേണ്ടെങ്കിൽ കുടിക്കണ്ട, ഇങ്ങനെ പട്ടിണി കിടന്നു. ഞാൻ നിർബന്ധിച്ചു കുടിപ്പിക്കൊന്നുമില്ല. ഒരു പാവ അമ്മ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വന്നതാ. അതൊന്നും സാരമില്ല. അച്ഛന് വേണ്ടെങ്കിൽ ഞാനീ കഞ്ഞിയങ്ങ് കളഞ്ഞേക്കാം. അച്ഛൻ കുടിച്ചില്ലെന്ന് കാണുമ്പോ അമ്മയ്ക്ക് സങ്കടാവും. പിന്നെ അതും പറഞ്ഞായിരിക്കും കരച്ചില്. എന്നാ മോള് കഞ്ഞിങ്ങെടുക്ക്. എന്റെ സീത എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഞ്ഞിയല്ലേ, തന്നേക്ക്. ശിവദാസന്റെ മകളായിരുന്നു. മതി മോളെ, മതി. അച്ഛാ, ഇനി ഗുളിക കഴിക്കാം.
ചേച്ചി ആ കാര്യമൊന്നും ഹലോ സാരമില്ല, ഞാൻ അങ്ങോട്ട് വരാം. അച്ഛൻ കിടക്ക്, ഞാൻ ക്യാൻറ്റീനിൽ വരുന്നു, പോയിട്ട് വരാം. ശരി മോളെ. ശിവദാസ, രമാദേവി? അതെ, രമാദേവി തന്നെ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പോലീസ് അകമ്പടിയോട് നടക്കുന്ന VIP-കളെയൊക്കെ നമ്മള് അങ്ങോട്ട് ചെന്ന് കാണണമല്ലോ. അതാണല്ലോ നാട്ടു നടപ്പ്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ തമ്പുരാന്റെ രക്തം ഈ കൈകളിലും പറ്റിയിട്ടുണ്ടാവുമല്ലോ. ആ പാവപ്പെട്ട തമ്പുരാനെയും തമ്പുരാട്ടെയും കൊന്നതിന് ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. ഭഗവാൻ എന്തായാലും കണക്ക് ചോദിച്ചിരിക്കും. നീയൊക്കെ നരകിച്ചാവും. ശിവദാസ, ഒരാള് ചത്തുകഴിഞ്ഞാ 12 ദിവസം ബലിയിടണം. അങ്ങനെയല്ലേ ചടങ്ങ്? നീ ചത്ത ആര് ബലിയിടും എന്നായിരുന്നു എന്റെ ഇത്രയും നാളത്തെ ചിന്ത. കാര്യം ഭാര്യയും മക്കളെയും കാണാനില്ലെന്നാണല്ലോ നാട്ടിലെ കൊച്ചു വർത്തമാനം. പക്ഷേ ഇന്നത്തോടെ ആ ടെൻഷൻ അങ്ങ് തീർന്നു. എന്റെ വീട്ടിൽ തന്നെ കൊണ്ട് നിർത്തിയിരിക്കുകയായിരുന്നു നിന്റെ പുന്നാര മോളെ. ശിവദാസ, ഒരുപാട് നീട്ടുന്നില്ല. കാരണം നിന്റെ പോലീസ് സെക്യൂരിറ്റി ഇനി അത് കേക്കണ്ട.